രണ്ടാമത്തെ ദിവസത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ ചപ്ലിനൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു 15 കിലോമീറ്ററോളം മുമ്പോട്ട് പോകുന്നിരിക്കുകയാണ്. ഇതേതോ ഒരു മഹാഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ്, ടൗൺ ഏരിയ പോലെയുണ്ട്. അപ്പം ഞങ്ങൾ ചപ്ലിനിൽ നിന്ന് പോകുന്ന ശേഷം ഏകദേശം 100-110 കിലോമീറ്ററോളമായി. മഹാഡ് എന്ന് പറഞ്ഞ നല്ല വഴി തന്നെയാണ്. ഹൈവേ 66 ആണ്. സിമെന്റ് റോഡാണ്, സിമെന്റഡ് ആണ് റോഡ്. ഇനി പൻവേലിലേക്ക് ഏകദേശം 32 കിലോമീറ്റർ കൂടിയുണ്ട്. ഞങ്ങളിപ്പോൾ പനവേൽ ലക്ഷ്യമാക്കിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉപ്പുപാടാണെന്ന് തോന്നുന്നു കേട്ടോ, ഉപ്പിൻ്റെ പാടമാണെന്ന് തോന്നുന്നു ഈ സൈഡിൽ. ഒരുപാട് വർക്ക് ഇപ്പോഴും ഇവിടെയും നടക്കുന്നുണ്ട്. ആകെ 4 ടോളേ ഉള്ളു കേരളത്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇതുവരെ വന്നിട്ടുള്ളൂ, പൻവേൽ വരെ. അങ്ങനെ ഞങ്ങൾ പൻവേൽ എത്തിയിരിക്കുകയാണ്. പൻവേലിൽ കൂടിയാണ് ഇപ്പോൾ, ഹൈവേ റോഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ ഹൈവേ റോഡാണ്. നല്ല അടിപൊളി റോഡാണ്. ഇപ്പോൾ 250 രൂപയാണ്. വലിയ അടിപൊളി ടോളായിരിക്കും. ഇത് ഞങ്ങളുടെ ഇതുവരെയുള്ളത് യാത്രയിൽ വെച്ച് ഏറ്റവും മനോഹരമായതും ഏറ്റവും ഇംപ്രഷൻ കൂടിയതുമായ ഒരു ബ്രിഡ്ജാണിത്. ഇത് ചരിത്രപ്രസിദ്ധമായ മുംബൈയിലെ അടൽ സേതു ബ്രിഡ്ജാണ്. മുംബൈ ഇവിടുന്ന് 25 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അടിപൊളി എക്സ്പ്രസ് വേ. 95-100 കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പോൾ ഓടിക്കുന്നത്. 100 കിലോമീറ്റർ സ്പീഡാണ് ഇവിടെ വേണ്ടത്. സമുദ്രത്തിൻ്റെ മുകളിൽ കൂടിയുള്ള ഇതാണെന്ന് തോന്നുന്നു, അല്ലേടാ? സമുദ്രത്തിൻ്റെ മുകളിലൂടെ പണിതേക്കുന്ന പാലമാണ്. ഈ ബ്രിഡ്ജിൻ്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21.8 കിലോമീറ്ററാണ്. ഇത് 6 ലൈനിലുള്ള ഗ്രേഡിലുള്ള എക്സ്പ്രസ് വേ ആണ്. ഇത് മുംബൈനെ നവി മുംബൈയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ്. ഇവിടം സാറ്റലൈറ്റ് സിറ്റി എന്നും അറിയപ്പെടുന്നുണ്ട്. നോക്കത്താ ദൂരത്താണ്. മതിൽ കെട്ടിയ പോലെ കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കും. ബോംബെന്ന് ഏകദേശം പുറത്തിറങ്ങി, അതായത് ബോംബെ സിറ്റിയൊക്കെ വിട്ട് ഇങ്ങോട്ട് അല്ലാത്ത സിറ്റി കഴിഞ്ഞുള്ള സ്ഥലത്തേക്കായി. ഇനി വഡോദരയ്ക്ക് പോവുകയാണ്. വഡോദര റൂട്ടാണ്. പത്തരയായി. മുംബൈയിൽ ഞങ്ങൾ മിസിൽ പാവ്, വടാപ്പാവ് എല്ലാം ട്രൈ ചെയ്തിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഹൈവേ റോഡിൽ കൂടി തന്നെ വഡോദരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ
ഇനി 270 കിലോമീറ്റർ ഉണ്ട് വഡോദരയ്ക്ക്. വഴി പഴയതുപോലെ തന്നെ, ഹൈവേ റോഡ് തന്നെ നല്ലത്. പക്ഷേ പണി തീർന്നതേ ഉള്ളൂ. ആ റോട്ടിൽ കൂടിയാണ് നമ്മൾ ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല ശരിക്കും. പക്ഷെ ആ റോട്ടിൽ കൂടി തന്നെയാണ് പോകുന്നത്. ഇതിൻ്റെ സർവീസ് ലൈനൊക്കെ താഴെ കിടപ്പുണ്ട് വേറെ മറ്റൊരു സൈഡിൽ. പക്ഷെ റൂട്ട് വണ്ടി ഓടിക്കാം, എങ്കിലും ഒരുപാട് സ്ഥലത്ത് ബുദ്ധിമുട്ടുകൾ. കൺജസ്റ്റഡ് ആണ് ഒന്നാമത് റോഡ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഓട്ടം കുറച്ച് ബോംബെ സൈഡൊക്കെ നല്ലതായിരുന്നു. ബോംബെ കയറിയപ്പോൾ തൊട്ട് ഒരു 10-50 കിലോമീറ്റർ ഒക്കെ നല്ല സുഖമായിരുന്നു. ഇപ്പൊ നമ്മള് വാപ്പി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇത് നമ്മുടെ യൂണിയൻ ടെറിട്ടറി ഡമാൻ, ഡിയു ഡാമനില്ല, അതിന്റെ ഡമാൻ്റെ അടുത്തായിട്ട് വരുന്ന സ്ഥലമാണ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നോക്കുവാണെങ്കിൽ ഇത്തവണ കേരളത്തിൽ നിന്ന് വന്നത്, ഞങ്ങൾ മിനിഞ്ഞാന്ന് പോന്നിട്ട് വന്നത് 10 മാർക്ക് കൊടുക്കുവാണെങ്കിൽ അതിൽ 10ൽ 4 മാർക്കിനുള്ള വഴിയേ ഉള്ളൂ. അത്രയ്ക്ക് കൊള്ളിയല്ലാത്ത വഴി. അതുൽ 1 കിലോമീറ്റർ, വൽസാഡ് 10 കിലോമീറ്റർ, സൂരത്ത് 101 കിലോമീറ്റർ. ഇപ്പൊ സമയമായി 2:15. 2:15 ആയപ്പോഴേക്ക് നമ്മൾ ഇനി സൂറത്ത് പോകണമെങ്കിൽ 101 കിലോമീറ്റർ കൂടി ഓടിക്കണം. ഗുജറാത്ത് കയറി കഴിഞ്ഞ് നമ്മൾ ഒരുപാട് ഇങ്ങനെ പോകുന്നു. വഡോദര ടച്ച് ചെയ്യാതെ, അതായത് വഡോദരയുടെ വെളിയിലൂടെ നേരെ പോവുകയാണ് ഗോദറയ്ക്ക്. ഇനി ഇവിടുന്ന് ഏകദേശം 80 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പോൾ സമയം 6 മണിയായി. ഞങ്ങളുടെ പൂച്ചക്കുട്ടികൾ രണ്ടും, അതായത് പിച്ചുവും ജാക്കിയും നല്ല മിടുക്കിയായിട്ടിരുന്നു. അവർ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. എല്ലാ തവണയും ഡൽഹി ടു കേരളയും കേരള ടു ഡൽഹിയും ആദ്യത്തെ ദിവസം ഇച്ചിരി ഒച്ചയൊക്കെ വെക്കും. അതല്ലാതെ വണ്ടിയെ നല്ല മര്യാദക്കാരായിട്ട് സുഖമായിട്ടിരുന്നു. ഇപ്പോൾ ഹോട്ടൽ മുറിയിലാണ് ഞങ്ങൾ. ഇപ്പോൾ അവർ രണ്ടുപേരും വളരെ എൻജോയ് ചെയ്യുകയാണ്. കമന്ന് കിടന്നും മലന്ന് കിടന്നും കളിക്കുകയാണ് ഇപ്പോൾ കിടന്ന്. ഞങ്ങൾ ഇന്നലെ രാത്രി 600 കിലോമീറ്റർ ഓടി ഗുജറാത്തിലെത്തി. വഡോദര കഴിഞ്ഞ് ഹലോൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് റൂം എടുത്ത്, നീൽക്കണ്ടെന്ന് പറഞ്ഞ ഹോട്ടലിൽ റൂം എടുത്തു. ഇവിടെ 2500 രൂപയാണ്. ഡബിൾ ബെഡ്റൂം, AC, നല്ല അടിപൊളി റൂമാണ്, സൂപ്പർ. ഇനി നാളെ രാവിലെ 4-5 മണിക്കുള്ളിൽ ഇവിടുന്ന് പുറപ്പെടും. ഇനി ഏകദേശം 950 കിലോമീറ്റർ ഉണ്ട്. അത് നാളെ കവർ ചെയ്ത് ഡൽഹി വീട്ടിലെത്തണം. ഇന്നത്തെ
ഇന്നത്തെ വീഡിയോ അതുകൊണ്ട് ഇവിടെ അവസാനിക്കുന്നു. ഞങ്ങളുടെ ഈ ടൂർ പ്രോഗ്രാമിൻ്റെ ഷോർട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഉടനെ തന്നെ ഇതിൻ്റെ 4ാമത്തെ പാർട്ട് ഇടുന്നതായിരിക്കും.